തോരൻ വെക്കാനായിട്ട് ചെറുപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ സാധനങ്ങൾ വാങ്ങിച്ചുണ്ടേ. ഇപ്പം കുറച്ച് പയറെടുത്ത് ഞാൻ കുക്കറിലിട്ട് ബാക്കിയുള്ളത് ഞാൻ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പയർ ഞാനൊന്ന് കഴുകി കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിച്ചെടുക്കും. എന്നിട്ട് ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പുറത്ത് അരി ഞാൻ അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെന്ത പയറും ഇട്ടു. മൊത്തം അങ്ങ് നന്നായി വെന്തിട്ടില്ല, ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ പാച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. പാച്ചോറ് പണ്ടൊക്കെ ചർച്ചുകളിൽ ഈ 8 നോയമ്പിനൊക്കെ ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് ഒരു പായസം തരുമല്ലേ, അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ട് അതിൻ്റെ അകത്ത് 4.5 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് പച്ചരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കുക്കറി വേവിക്കാതെ അല്ലാതെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പം വെള്ളം ഇതുപോലെ എടുക്കണം, എന്നിട്ട് അതിലിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ അതിന് വേണ്ടി ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കണം. ഒത്തിരി നൂൽപ്പരുവത്തിലൊന്നും ഉരുക്കിയെടുക്കണ്ട, നോർമലായിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതി. അതായത് ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ അതൊന്ന് അടപ്പത്ത് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ പയർ തോരനൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമേ. അപ്പം ഞാൻ അതിന് ശേഷം അതവിടെ അടപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ ഇച്ചിരി മീനുണ്ടായിരുന്നു, അതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കറി വയ്ക്കാനായിട്ട്. മീനൊക്കെ ഞാൻ വെട്ടിയെടുത്തു. അപ്പോഴത്തേക്കിന് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുക്കിയ ശർക്കര ഒന്ന് അരിച്ചൊഴിക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഈ ശർക്കരയും കൂടെ ഈ ചോറിൻ്റെ അകത്ത് ആ മധുരം എല്ലാം പിടിക്കത്തക്ക വിധത്തിലൊന്ന് ആ ശർക്കര പാനി ഒന്ന് വറ്റി വരണം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഞാനൊരു അരമുറി തേങ്ങ തിരുമിയത്, ഡയറക്റ്റ് വറക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പം ഞാൻ തേങ്ങ തിരുമിയത് മാത്രമേ ചേർത്തുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വേണമെങ്കിൽ ചേർക്കാമേ, വറുത്ത് ചേർക്കാം. ഇപ്പം നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കുറച്ച് നേരം കഴിയുമ്പം ഇങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പം ഞാനത് ഒന്നൊരു ബൗളിൽ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കമത്തി ഇടുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറേയും കൂടെ ഒരു രസമാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ മീൻകറിക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പില ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് പുളി നമ്മുടെ കുടംപുളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും ചേർത്തായിരുന്നു. അരപ്പ് തിളച്ച് വന്നെ മീൻ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മീൻ വറ്റി വരുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടാൽ മതി. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്.